തന്റെ കൈവശം ഫോണുണ്ടെന്നും തിരികെ പോയാൽ സഹായിക്കാൻ കഴിയുമെന്നും അവൾ സൂചിപ്പിച്ചു. പെൺകുട്ടിയുടെ സഹോദരൻ ഒന്നും മടിച്ചു. എന്നാൽ പെൺകുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അതേ ആംഗ്യത്തിലൂടെ അവൾക്ക് തിരികെ പോകാൻ അനുവാദം നൽകി. തിരികെ പോകുന്നത് ജീവന് ഭീഷണിയായേക്കാമെന്ന് പെൺകുട്ടിക്ക് അറിയാമായിരുന്നെങ്കിലും അവൾ തിരിഞ്ഞ് ബസ്സിലേക്ക് നടന്നു. കുട്ടിക്ക് ആദ്യം പോകണമെന്ന് അവൾ ഗുണ്ടകളോട് പറഞ്ഞു. എന്നാൽ സംഘത്തലവൻ സംശയത്തോടെ അവളെ ചോദ്യം ചെയ്യുകയും മരണത്തെ ഭയമില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. താനും മരണത്തെ ഭയപ്പെടുന്നുണ്ടെന്നും എന്നാൽ കുട്ടി വളരെ ചെറുപ്പമായതുകൊണ്ട് അവനെ ആദ്യം വിടണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും പെൺകുട്ടി ശാന്തമായി മറുപടി നൽകി. ക്രിമിനൽ പെൺകുട്ടിയെ വീണ്ടും കാറിൽ കയറാൻ അനുവദിച്ചു. പക്ഷേ വാക്ക് പാലിച്ചില്ല. പുറത്തുവിട്ടത് ഒരു വൃദ്ധയായിരുന്നു, പെൺകുട്ടിയല്ല. പെൺകുട്ടിക്ക് ഞെട്ടലുണ്ടായെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൂടുതൽ ആളുകളെ വിട്ടാൽ എല്ലാവരും മരിക്കും, പെൺകുട്ടിയുടെ സഹോദരനും മറ്റൊരു ടീം അംഗവും പറഞ്ഞു. തിരികെ അയച്ചത് തന്റെ സഹോദരിയാണെന്നും കുട്ടിക്കാലം മുതൽ അവർ ആംഗ്യങ്ങളിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. പെൺകുട്ടി ബസ്സിൽ തിരിച്ചെത്തിയ ഉടൻ തക്കം നോക്കി തന്റെ ഫോണെടുത്ത് സന്ദേശം അയച്ചു. ബസ്സിലെ കൊള്ളക്കാർ ഉയരത്തിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടുതന്നെ അവർ യാത്രക്കാരെ കുനിഞ്ഞിരിക്കാൻ നിർബന്ധിച്ച് മുകളിൽ നിന്ന് വെടിവെക്കാൻ ശ്രമിച്ചു. പെൺകുട്ടി കള്ളന്മാരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുകയും എല്ലാവരോടും ഒന്നിച്ച് താഴെ കിടക്കാൻ രഹസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. പെട്ടെന്നൊരു വൃദ്ധൻ എഴുന്നേറ്റു. തനിക്ക് പ്രായമായെന്നും ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയവർ അത് നിരസിക്കുകയും തോക്ക് ചൂണ്ടിയിരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ പെൺകുട്ടി ഈ അവസരം ഉപയോഗിച്ച് എല്ലാവരെയും ഒരുമിച്ച് താഴെ കിടത്തി. ഈ സമയം ഗവേഷണ ഡാറ്റയുടെ 70% കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. പെൺകുട്ടി കർട്ടനുകൾ താഴ്ത്തി. മുൻകൂട്ടി ചർച്ച ചെയ്ത ഒരു സിഗ്നൽ അതായിരുന്നു. നിമിഷനേരം കൊണ്ട് പ്രത്യേക സേനാവിഭാഗം ഒന്നടങ്കം വെടിയുതിർത്തു. വെടിയുണ്ടകൾ പുറത്തുനിന്ന് അകത്തേക്ക് പാഞ്ഞുകയറി. കാർ വിൻഡോ തകർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ കുറ്റവാളികളെയും വകവരുത്തി. ഈ സമയത്ത് ഡാറ്റ കൈമാറ്റം 90% എത്തിയിരുന്നു. പെൺകുട്ടി ഉടൻ തന്നെ കയറി ഡാറ്റ കൈമാറ്റം തടസ്സപ്പെടുത്തുകയും തീവ്രവാദികളുടെ ഗൂഢാലോചന വിജയകരമായി തടയുകയും ചെയ്തു.